ശബരിമല തന്ത്രി കണ്ഠര രാജീവരിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. ഇപ്പോ നമ്മൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് എല്ലാം ഇദ്ദേഹം തന്ത്രിയിൽ എത്തി നിൽക്കുന്നു. തന്ത്രിയാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ എന്ന നിലയിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. നേരത്തെ രണ്ട് CPM-കാരെല്ലാം അറസ്റ്റിലായി. CPM-കാർക്കെല്ലാം ഇതിലുള്ള ബന്ധത്തിലൊന്നും ആർക്കും ഒന്നും പറയാനില്ല. പക്ഷേ തന്ത്രി അറസ്റ്റിൽ എന്നത് പല മാധ്യമങ്ങളും വളരെ വലിയ ആഘോഷത്തോടെയാണ് ആ ഒരു അറസ്റ്റിനെ പറയുന്നത്. അപ്പൊ ഇതിനെ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി, അതിന്റെ ഒരു തകർച്ചയാണ്. അത് ഒരു വീറും വാശിയുടെ അത് ആ ഒരു രീതിയിലാണ് ഈ വാർത്തയെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഇവിടത്തോടെ എത്തി നിൽക്കുമോ? അതായത് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ഈ തന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നതായും നമുക്ക് കണ്ടാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരാളിലേക്ക് അന്വേഷണം പോയില്ലേ, അത് ഇവിടെ തന്നെ നിൽക്കുമോ? എന്താണ് പാർത്ഥന് തോന്നുന്നത്? അല്ല, ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് കൂടെ ഇല്ലാത്ത തരത്തിലുള്ള അമ്പലക്കൊള്ളയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ള. സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചത് വലിയ ഗുരുതരമായ കുറ്റമാണ് നടന്നിരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി പോലും പറഞ്ഞത്. അവിടെ നിന്ന് പോലും പലർക്കും ജാമ്യാപേക്ഷ പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പൊ അത്ര വലിയൊരു കേസിനകത്ത് സർക്കാർ വലിയ നിലയ്ക്ക് പെട്ടിരിക്കുകയാണ്. ഈ കാര്യം എന്ന് പറയുന്നത് തന്ത്രി കണ്ഠര രാജീവർ പ്ലാൻ ചെയ്ത് ദേവസ്വം ബോർഡിനോട് പറഞ്ഞ് CPM മെമ്പർമാരോട് പറഞ്ഞ് CPM-ന്റെ ആളുകളോട് പറഞ്ഞ് ശരി, എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, പ്ലാൻ ഉണ്ട്, നിങ്ങളെല്ലാം ഇതിനെ കൂട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, CPM പിരിച്ചുവിടണം. എന്നിട്ട് തന്ത്രി കണ്ഠര രാജീവനെ പിടിച്ച് സെക്രട്ടറി ആക്കണം. ആരെ? CPM സംസ്ഥാന സെക്രട്ടറി തന്ത്രി കണ്ഠര രാജീവരാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ പറയുമ്പോൾ സാമാന്യമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വാസുവിനെ പിടിക്കുന്നു. ആരാ വാസു? CPM-ന്റെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. ഈ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആകുന്നു, അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നു, അതിനു മുമ്പ് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ആക്കുന്നു, അതിനു മുമ്പ് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ പിടിച്ചാക്കി. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ചിട്ട് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പിണറായിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി, അതായത് ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയ ആളാണ് ആര്? ഈ പറയുന്ന വാസു. പത്മകുമാർ ആരാണ്? മുൻ MLA ആണ്, CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, യുവതീ പ്രവേശന കാലഘട്ടത്തിൽ CPM-ന്റെ നാവായി പ്രവർത്തിച്ച ആളാണ്. ആരാണ്? മുരാരി ബാബു. മുരാരി ബാബു എന്ന് പറയുന്നത് CPM എല്ലാ കാലത്തും സംരക്ഷിച്ച ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് അറസ്റ്റിലാകുന്നുള്ള സമയത്ത് തിരിച്ച് ശബരിമലയിലേക്ക് പിണറായി സർക്കാർ അങ്ങോട്ട് മാറ്റി കൊടുത്ത. സാധാരണ നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ അറസ്റ്റിലാവും, പക്ഷെ ഇയാൾ അറസ്റ്റ് ചെയ്താൽ വീണ്ടും അതൊരു മെജോറിറ്റി ആക്കി, അല്ലെങ്കിൽ അതൊരു കഴിവാക്കി. അതൊരു ഭയങ്കര കഴിവാണ്, നിന്റെ കഴിവ് മാനദണ്ഡമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയതാണ്. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ സർക്കാരിനോ ഈ പറയുന്ന അറസ്റ്റുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇതാരാണ് അന്വേഷിക്കുന്നത്? നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയാണ് നിയോഗിച്ചത്. ഹൈക്കോടതി നിയോഗിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന്റെ വിവരങ്ങൾ കൊടുക്കരുത്, നേരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ മാസവും ഇതിന്റെ അവലോകന റിപ്പോർട്ട് ആരാണ് ചെയ്യുന്നത്? ഇതിന് അവലോകനം നടത്തുന്നത് ഹൈക്കോടതിയാണ്, അല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരോ DGP-യോ സർക്കാരോ ആഭ്യന്തര വകുപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നും അല്ല. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നത്. കോടതിക്ക് നേരിട്ട് ജഡ്ജിമാർക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല, അതുകൊണ്ട് SIT ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചോദിക്കുന്നതിനനുസരിച്ച്, കോടതി പറയുന്നതിനനുസരിച്ച് അന്വേഷണം നടത്തുന്നു. അതാണ് ഈ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പവർ എന്ന് ഞാൻ പറയുന്നത്. അതിൽ പോലും ഈ SIT-യെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ സ്വാധീനിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു ആരോപണവും ഇടയ്ക്ക് കേട്ടിരുന്നു. കാര്യം എന്തായാലും ഈ പോലീസുകാർ സാധാരണക്കാരാണല്ലോ, അവർക്ക് തിരിച്ചു പോകേണ്ടത് ആഭ്യന്തര വകുപ്പിലേക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാർ അവരെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥരെ വെച്ച് പല കളികളും കളിച്ചിട്ടുണ്ട്. ഇത് ഈ വാസുവിനെയും അതുപോലെ പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് ഈ CPM-ന്റെ കീഴിലുള്ള SIT ആണെങ്കിൽ, അഥവാ സർക്കാരിന്റെ കീഴിലുള്ള SIT ആണെങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വന്ന് തൊഴുതുപോയി, അല്ലാണ്ട് അയാൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായേനെ. പക്ഷെ ഇത് ഹൈക്കോടതി ആയതുകൊണ്ട് മാത്രമാണ് ഇവരിലേക്കൊക്കെ അന്വേഷണം എത്തിയത്. ഇന്നലെ തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു, തന്ത്രി പിന്നെ ബ്രാഹ്മണിക്കൽ ഹെജിമണി അത് ഇത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള SIT ആണെങ്കിൽ തന്ത്രിയെ തൊടുവോ? തന്ത്രിയെ തൊടില്ല. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് തന്ത്രിയെ തൊട്ടത്. തന്ത്രിയെ തൊട്ടതിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കാരണം തന്ത്രിയിലേക്ക് ഈ ചർച്ചകൾ ഒതുക്കുക എന്നുള്ളത്. തന്ത്രി എന്താ ചെയ്തത്? തന്ത്രി ചെയ്തത് SIT കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറിയത് ഈ തന്ത്രി വഴിയാണ് അവിടെ എത്തിയത്. പല സ്പോൺസർഷിപ്പുകളും കൊടുക്കുമ്പോൾ ഇത് ദേവസ്വം ബോർഡ് തന്ത്രിയോട് പറയും, തന്ത്രി അതിന് അനുമതി കൊടുത്തു. ആര് പറഞ്ഞിട്ട് അനുമതി കൊടുത്തത്? ദേവസ്വം ബോർഡ് പറഞ്ഞിട്ട്. ആചാര ലംഘനം നടത്തിക്കൊണ്ട് ഇത് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്ത്രി അനുവദിച്ചു. ഇതൊക്കെയാണ് തന്ത്രിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ. ഇതിൽ തന്ത്രി മൗനാനുവാദം നൽകിയത്
എന്താണ് ഈ തെറ്റ് ഈ പറയുന്നത് ഒരു ഒരു എന്താണ് പിന്നെ പിന്നെ നമ്മൾ പറയുമല്ലോ ഇപ്പൊ മനസ്സറിയാതെ കൊടുത്തതാണ്. അങ്ങനെ മനസ്സറിയാതെ കൊടുത്തതല്ല തന്ത്രി എന്നാണ് SITയുടെ ആരോപണം. ഇത് മനഃപൂർവ്വം തന്നെ കൊടുത്തതാണ് എന്നാണ്. അപ്പോ ഇത് നടത്തിയതാരാ? നടത്തിയത് ഈ പറയുന്ന ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന് കീഴിലെ CPM പ്രവർത്തകരും CPMന്റെ നേതാക്കന്മാരും. ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ്. സർക്കാർ ഓരോ ആളുകളെ അവിടെ റിക്രൂട്ട് ചെയ്ത് ആളുകളെ സംരക്ഷിച്ച് ഇത്രയും കാലം ഒരു 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 ചെറിയ സംശയം ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർക്ക് തോന്നിയത് കൊണ്ടല്ലേ ഇത്രയും എത്തി നിൽക്കുന്നത്? സർക്കാർ ഇതുവരെ മിണ്ടിയോ? അതായത് തന്ത്രി ഇതിലെ ഒരു കണ്ണി മാത്രമാണ്. തന്ത്രി ഇതിലൊരു കണ്ണി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ വേറൊരു കാര്യം കൂടി പറയാം. തന്ത്രിക്ക് എന്താ ഇതിൽ പറ്റിയെന്ന് അറിയോ? തന്ത്രിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ തന്ത്രിയെ സംബന്ധിച്ച് അവിടെ ഈ ശബരിമലയുടെ പിന്നെ ആചാര്യ സ്ഥാനത്തൊക്കെയാണ് ഉള്ളതെങ്കിലും അവിടെ തന്ത്രിയെ കാണാൻ പോകുന്ന ആളുകൾ ദക്ഷിണ കൊടുക്കും. അതുപോലെ തന്നെ ഈ എന്താണ് പൂജാപ്രസാദങ്ങൾ കൊടുക്കും. തന്ത്രി അവർക്ക് ചരട് കൊടുക്കും, പൂജാപ്രസാദങ്ങൾ കൊടുക്കും. ഇതൊന്നും കൊടുക്കാൻ പാടില്ല, ദേവസ്വം നിയമം അനുസരിച്ച് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ദേവസ്വം ബോർഡ് അവിടെ അനുമതി കൊടുക്കുന്നുണ്ട്. തന്ത്രിക്ക് അവിടെ ആവശ്യമുള്ള ആൾക്കാരെ തന്ത്രി ജോലിക്ക് കയറ്റാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡ് അനുമതി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ദേവസ്വം ബോർഡിനെ പിണക്കണ്ട എന്ന് കരുതിയിട്ടാണ് തന്ത്രി എന്ത് ചെയ്തത്? ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്തത്. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് തന്ത്രി ചെയ്തത്. പക്ഷെ തന്ത്രി അവസാനം ഒരു കാര്യം ചെയ്തു. അവസാനം ഈ ദ്വാരപാലക ശില്പത്തിലെ പാളിയുണ്ടല്ലോ, അത് ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് ദ്വാരപാലക എന്ന് പറഞ്ഞാൽ ബിംബമാണ്, ദേവതയാണ് ദ്വാരപാലക. അപ്പൊ ദ്വാരപാലകന്മാരുടെ ആ ഒരു ചൈതന്യത്തെ പോലും ഹനിക്കുന്നതാണത്. അപ്പൊ അതിന് തന്ത്രി അനുമതി കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണം. തന്ത്രിക്ക് ഭയം വന്നു, അത് കൊടുക്കുമ്പോൾ പ്രശ്നമാണ്. ചെയ്യുന്നത് ഭഗവാൻ ചെയ്യുന്നത് ഇതൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അനുവാദമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് ചെയ്യരുത് എന്ന് തന്ത്രിക്ക് തോന്നിയതുകൊണ്ട് തന്ത്രി ഇത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഇതിനെല്ലാം അനുമതി കൊടുത്ത് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ശങ്കർദാസ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ അവിടെയുണ്ട്. ശങ്കർദാസും അതിലുള്ള മറ്റ് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട മെമ്പർമാര് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിരന്തരമായി നിൽക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാത്തിനും സഹായിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാമനും അച്ചമ്പിയും പോലെ ഫോട്ടോ എടുത്ത്, അതായത് ഞാൻ പറയട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ജസ്റ്റ് ഒരു പരിചയം മാത്രമാണെങ്കിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ കാണാം. ഇത് എത്ര ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്? ഇങ്ങനെ അടുത്തിരുന്നുകൊണ്ട് വളരെ സുന്ദരമായി സംസാരിക്കുന്ന ആരോ മച്ചാനും സംസാരിക്കുന്ന പോലെയാണ്. അതിന് കടകംപള്ളി പറഞ്ഞ മറുപടി ഇതായിരുന്നല്ലോ, എവിടെയോ വീട് വെച്ചിട്ട് താക്കോൽ ദാനം നടത്തുമ്പോൾ ഏതോ പാവപ്പെട്ടവർക്ക് ആരോ വീട് വെച്ച് കൊടുക്കുന്നു, അപ്പൊ നമ്മൾ വേറൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, അതിൽ സഹകരിച്ചു. ശരി, അത് ഒരു ഫോട്ടോ. അപ്പൊ ഈ അമ്പലത്തിൽ നിന്ന് സ്വകാര്യം പറയുന്ന ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് ഇവര് ഈ ശബരിമലയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതോ ഈ ഇത്ര ഒരുപാട് ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്, പുറത്തു വരാത്ത ഫോട്ടോ വേറെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഇവർ തമ്മിലുള്ള ഈ കടകംപള്ളി സുരേന്ദ്രനും ഈ പറയുന്ന പോറ്റിയും തമ്മിലുള്ള ഫോൺ വിളി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശക്തമായ സമ്മർദ്ദം കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം, തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടും, ഒരു സംശയമില്ല കാര്യത്തിൽ. ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇതിൽ ശിക്ഷിക്കപ്പെടും. ഇപ്പൊ സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് തന്ത്രി മൗനാനുവാദം കൊടുത്തതും തന്ത്രി അവിടെ ഒരു എന്താണ് ഈ പറയുന്ന പോലെ ഭഗവത് ചൈതന്യത്തിനെതിരായി നിന്നതും ആചാര ലംഘനത്തിന് ചെറുതായിട്ടെങ്കിലും കൂട്ടുനിന്നതും ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് തന്ത്രിയല്ല, ആരായാലും അവിടെ അങ്ങനെ നടക്കുള്ളൂ. ശബരിമല അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ അയ്യപ്പൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ ഭക്തരെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കും. ഇത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അത് തന്ത്രിയുടെ പുറകിലേക്ക് ഇടാൻ വേണ്ടി കുറെ CPM ശ്രമിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ, വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ, ഇവരെ ഇത്തരം ആളുകളെല്ലാം ദേവസ്വം ബോർഡ് മെമ്പർ വിജയകുമാർ, ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത സമയത്ത് മിണ്ടാതിരുന്ന CPMകാർ ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ നേരെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, നാണം ഉണ്ടോ എന്നുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികരിക്കാതിരുന്ന ആളുകൾ ഇപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയെ പൊക്കറ്റി പോസ്റ്റ് ഇടുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? സാധാരണ ജനങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും, പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ പൊന്നു മനുഷ്യന്മാരെ, മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ DGPക്കോ ഒന്നും ഇതിൽ യാതൊരു റോളും ഇല്ല. ഇത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്. ഹൈക്കോടതിയെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പറയുന്നത് പോലെ SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് നടക്കുന്നത്. അത് കടകംപള്ളിയെ പോലുള്ള ആളുകളെ, കടകംപള്ളി സുരേന്ദ്രനും രാധാകൃഷ്ണനും വാസവനും ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങ് ചെന്ന് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിന്റെ കാര്യം. നമ്മൾ മനസ്സിലാക്കണം. ഭീമ ആയി ബന്ധപ്പെട്ട ഒരു താക്കോൽ കൈമാറ്റത്തിന് എത്തിയത് മുഖ്യമന്ത്രിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഭീമയ്ക്ക് എന്താണ് ഇതിലെ റോള്? ഭീമ ജ്വല്ലറിക്ക് എന്താണ് ഇതിലെ റോള്? സ്വർണ്ണമാണേ, ആലോചിക്കണം. അപ്പൊ അവർക്ക് എന്താണ് റോള്? അത് അന്വേഷണം പോയിട്ടുണ്ടോ?
ഇല്ലല്ലോ, അന്വേഷണം പോയിട്ടില്ല. അപ്പൊ ആ തരത്തിൽ പല കാര്യങ്ങളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമയും തമ്മിലുള്ള റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഈ പറയുന്ന തന്ത്രി കഴിഞ്ഞാൽ മന്ത്രി എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വെച്ചൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. അടുത്ത ഉന്നതൻ അറസ്റ്റിലാവും. ഇത് എന്താണ്, ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. എന്താണ്, അടുത്തൊരു ഭരണമാറ്റം ഏകദേശം ഉറപ്പിച്ചു നിൽക്കുന്ന സമയമാണ്. ഫസ്റ്റ് ഭരണമാറ്റം വന്നാൽ സിമ്പിളായിട്ട് ഈ പറയുന്ന ആളുകളെല്ലാം കള്ളന്മാരെല്ലാം ആത്താവും. ഇപ്പൊ ED അന്വേഷണമുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും സർക്കാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നാണമില്ലാതെ ഈ പറയുന്ന കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ റിപ്പോർട്ടറിൽ അരുൺകുമാറൊക്കെ പറയുന്നുണ്ട്, തന്ത്രിയാണോ? തന്ത്രി ഇതിലൊരു എന്താണ് മൗനാനുവാദം കൊടുത്തു, അല്ലെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്ത്രി ഗൂഢാലോചന നടത്തി, തന്ത്രി പോയിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നു, തന്ത്രി ദേവസ്വം ബോർഡിന് എല്ലാ ആൾക്കാരെയും വീട്ടിൽ പോയിട്ട് ദേവസ്വം ബോർഡിനെ എല്ലാം വിലക്കെടുക്കാൻ തന്ത്രിക്ക് പറ്റുമോ? CPM വിലക്കെടുക്കാൻ തന്ത്രിക്ക് പറ്റുമോ? അതൊക്കെ വെറുതെയാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ളത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിനും അപ്പുറത്തുള്ളത് എന്താണ്, ഇത് വലിയ മാഫിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള എന്തില്ല, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഉന്നതൻ ഉടനെ അറസ്റ്റിലാവും അയ്യപ്പൻ അവിടെ ഉണ്ടെങ്കിൽ.